അതെന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. ഞാൻ സ്വാർത്ഥനാണ്. അതെ, അല്ല, ആ സ്വാർത്ഥത പാടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഷോ പറയുന്ന ആരും ആരുടെയും സ്വന്തമല്ല. ആ മെഡിറ്റേഷൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. സൂപ്പർവൈസർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ അല്ലാതെ. ആ സ്വാതന്ത്ര്യം എന്ന എലമെന്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടൊരു സൊസൈറ്റി വന്നിട്ട് സ്വാതന്ത്ര്യം എന്ന എലമെന്റിനെ പ്രഘോഷിച്ചാണെന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആശ, ഞാൻ ആദ്യം തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. എന്താണ് മെഡിറ്റേഷൻ? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്ന് വളരെയധികം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. അതായത് മെഡിറ്റേഷനിൽ ഇപ്പം മെഡിറ്റേഷൻ ചെയ്യിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് യൂട്യൂബ് ഗുരുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് സെൻറ്ററുകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ പലരിലും ഈ ധ്യാനത്തിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ധ്യാന അവസ്ഥ പലരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരേണ്ടതായിട്ടുള്ള ഒരു ഗുണവിശേഷമാണ്. അതൊരിക്കലും ഒരു പ്രാക്ടീസ് മാത്രമല്ല, പലരും ഒരു പ്രാക്ടീസിനെയാണ്, ഔട്ടറിലുള്ള ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ മെഡിറ്റേഷനായിട്ട് കാണുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മെഡിറ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചിരുത്തി നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ആസനമൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ അവരെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചുകൊണ്ടോ ഒക്കെ ആണ് ഈ മെഡിറ്റേഷനിലേക്ക് ആളുകൾ പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേങ്കിൽ ഇതെല്ലാം അതിൻ്റെ ഒരു മാർഗം മാത്രമാണ്, അല്ലാതെ അതൊന്നും മെഡിറ്റേഷൻ അല്ല. അവിടെയാണ് ആളുകൾക്ക് തെറ്റിപ്പോകുന്ന കാര്യം എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഇതാണ് മെഡിറ്റേഷൻ. ഞാനിങ്ങനെ ഇരുന്നു, ഒരു മന്ത്രത്തെ ചാൻറ്റ് ചെയ്തു, അതിനുശേഷം സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എൻ്റെ ശ്വാസം ശ്രദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ശ്രദ്ധിച്ചിരിക്കുന്നു, അങ്ങനെ ഇരിക്കുമ്പം അതാണ് മെഡിറ്റേഷൻ എന്നാണ് ശരിക്കും കരുതുന്നത്. ആൾക്കാർ വിചാരിക്കുന്നത് അതിലേക്കുള്ള യാത്രേനെയാണ് ഈ മെഡിറ്റേഷൻ കാണുന്നത്. അതെ. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആ യാത്രയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും മെഡിറ്റേഷൻ സംഭവിക്കുന്നില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം അതിനുള്ള ഓരോ വാതിലുകളാണ്. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു തലമാണ്. അത് ആ തലം എന്ന് പറയുന്നതാണ് വളരെയധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട തലം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇപ്പം ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാം. ഇപ്പം മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒന്ന് ചിന്തകളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ശരിക്കും മെഡിറ്റേഷന് 3 തലങ്ങളാണ് ഉള്ളത്. അതായത് കണ്ടംപ്ലേഷൻ, കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ. ഈ കണ്ടംപ്ലേഷനും കോൺസെൻട്രേഷനും ആണ് ആളുകൾ ഈ മെഡിറ്റേഷനായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാർഗ്ഗത്തിലേക്ക് തിരിയുന്നു. ഒരു ഭക്തി മാർഗ്ഗമാണ് ഭക്തി, അല്ലെങ്കിൽ ഒരു ധ്യാന മാർഗ്ഗമാണ് ധ്യാനമാർഗ്ഗം, അതിലേക്ക് തിരിയുന്നു. ഇനി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാലോ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ചിന്തകളെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പോയിന്റ് ശ്രദ്ധിക്കുന്നു, ഇതാണ് കോൺസെൻട്രേഷൻ. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നോ മൈൻഡ് സ്റ്റേറ്റ് ആണ്, അതായത് നിർമ്മനത്തിൻ്റെ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെന്ന് പറയുന്ന ഭാവം അത് നമ്മുടെ ചിന്തകളാണല്ലോ, അല്ലേ? ഇപ്പം ഞാനും റോബിളും ഒക്കെ നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ ആ ചിന്തകളെയും മറികടന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ആത്മബോധം, അതായത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമായിരിക്കുന്ന അല്ലെങ്കിൽ അംശമായിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ അറിയുന്ന പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്, അല്ലെങ്കിൽ ചിന്തകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോ മൈൻഡ് അല്ലെങ്കിൽ നിർമ്മനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോൾ എത്തിച്ചേരുന്നോ അപ്പോൾ മാത്രമാണ് നമ്മളിൽ മെഡിറ്റേഷൻ സംജാതമാകുന്നത്. അപ്പോൾ ആ മെഡിറ്റേഷൻ സംജാതമാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ അവസ്ഥയാണ്. അത് എല്ലാവർക്കും അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ടാണോ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പം ഈ പറഞ്ഞ അനുസരിച്ച് എനിക്ക് കൊടൈക്കനാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ അതിനോട് ഞാൻ ബസ്സേ കയറി, അതിന് ബസ് ആ ഡയറക്ഷനിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഞാൻ കൊടൈക്കനാൽ എത്തുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത്, അതായത് അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ മെഡിറ്റേഷൻ, പ്രാർത്ഥനയോട് പ്രാർത്ഥന, സൈലൻസോട് സൈലൻസ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ യാതൊരു മാറ്റവും എന്തുകൊണ്ടാണ്? അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ മോഡേൺ കാലഘട്ടത്തിൽ ആളുകളെല്ലാം ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ എല്ലാവരും ഇപ്പം മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് പോലും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ പോയി കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുക, അപ്പോൾ ആ ഒരു ഇത് മാറും എന്ന് പറയും. പക്ഷേങ്കിൽ ആളുകൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ക്യാമ്പിലേക്കൊക്കെ വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാലും അറിയാം, അവർ ആദ്യമേ മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് അവരിലുള്ള ഈ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ അടിസ്ഥാനപരമായ സയൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ധ്യാനത്തിലേക്ക് കിടക്കുക അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ മാർഗ്ഗത്തിലേക്ക് കിടക്കുന്ന സമയത്ത്
നമ്മുടെ ഉള്ളിൽ അപ്പം ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ധ്യാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് ശാന്തത വേണം, സമാധാനം വേണം, ഞാൻ ഇപ്പം തന്നെ അങ്ങ് ആത്മീയവാദിയായി, എന്നിൽ അങ്ങ് ആത്മീയത സംഭവിച്ചു എന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലുള്ള 100,000 പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ 100,000 ഇഷ്യൂസ് ഉണ്ട്. 100,000 സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ മെഡിറ്റേഷനിലേക്ക് വന്ന് നമ്മൾ ആ ഒരു കാമായിട്ട് നമ്മുടെ മനസ്സിനെ കാമാവുന്ന സമയത്ത് ആദ്യം ഉയർന്നു വരുന്നത് എന്തായിരിക്കും? നമ്മുടെ ഉള്ളിൽ ഈ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വികാരങ്ങളും ചിന്തകളും അടിച്ചമർത്തി വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ട്രോമാസ് ഉണ്ടായിരുന്നു, ഒരുപാട് ആസക്തികളുണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളെ നമ്മൾ അടിച്ചമർത്തി വെച്ചിട്ടുണ്ട്, അല്ലേ? നമുക്ക് എല്ലാத்தைയും പ്രകടിപ്പിക്കാൻ പറ്റിയല്ല. ഇപ്പൊ എനിക്ക് റൂബിളിനോടൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ദേഷ്യപ്പെടാൻ പറ്റില്ല, അത് ഞാൻ സപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട്, ദേഷ്യം വരുന്നില്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ സത്യത്തിൽ ദേഷ്യം വരുന്നില്ല. അപ്പം കുഞ്ഞുനാളിൽ തൊട്ട് നമ്മൾ നോക്കി അറിയാം. ഇപ്പൊ നമ്മൾ റോസാപ്പ് പറിക്കാൻ പോകുന്നു. ആ റോസാപ്പ് പറിക്കാൻ പോകുമ്പം നമ്മുടെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയും? മോനെ അവിടെ മുള്ളോട്ട് പറിക്കരുത്, അത് തുടരുതെന്ന് പറയും. അത് സപ്രസ് ചെയ്യാണ് അവിടെ. അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള വികാരങ്ങളെ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാനത്തിലേക്ക് ഒരാൾ ശരിയായ രീതിയിൽ കണക്ട് ആവുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ്, നമ്മുടെ ഉള്ളിൽ ഈ സപ്രൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുകളിലേക്ക് ഉയർന്ന് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് മെഡിറ്റേഷനിലേക്ക് അങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര ദേഷ്യം വരുന്നു, എനിക്കിത് ചെയ്തിട്ട് ഭയങ്കര ഭയം വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓഷോ കഥാസിസ് എന്ന് പറഞ്ഞൊരു ക്രിയ കൊടുത്തത്. കഥാസിസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായി തീരാനേ ഓഷോ പറഞ്ഞത്. അതായത് ഡാൻസിലൂടെ, പാട്ടിലൂടെ, കരഞ്ഞുകൊണ്ടോ ചിരിച്ചോണ്ടോ നമുക്ക് എന്താണ് പുറത്തേക്ക് വരുന്നത് അതിനെ കൂടെ എല്ലാം അങ്ങോട്ട് കടന്നു പോയിട്ട് ഭ്രാന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പുറത്തേക്ക് കളാം എന്നാ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഷോ എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ഒരു ഏരിയ തന്നെ പുള്ളി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടു. എന്നിട്ടാണ് ആ ഒരു കഥാസിസ് കൊടുത്തത്. അപ്പോൾ സത്യത്തിൽ ഒരു മെഡിറ്റേഷനിലേക്ക് ഒരു ശരിയായ ഒരു ഗുരു മെഡിറ്റേഷനിലേക്ക് ഒരാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ചില ഗുരുക്കന്മാരൊക്കെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പം റഷ്യയിലൊരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യമേ ചെല്ലുമ്പോൾ തന്നെ കണ്ടമാനം മദ്യം കുടിപ്പിക്കും. ഈ ചെല്ലുന്ന ആളെ കൊണ്ട് കണ്ടമാനം മദ്യം കുടിപ്പിച്ചിട്ട് അങ്ങ് കംപ്ലീറ്റ് അയാളെ അൺകോൺഷ്യസ് ആക്കി കളയും. അങ്ങനെ അൺകോൺഷ്യസ് ആക്കി അത് പിന്നെ പടിപടിയായിട്ട് അയാളുടെ ഉള്ളിലുള്ള ഈ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെല്ലാം ക്ലിയർ ചെയ്ത് അവസാനം ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനാവസ്ഥ ഉള്ളിൽ സംഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മെഡിറ്റേഷൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. സൂപ്പർവൈസർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ അല്ലാതെ. ഇനി മുതൽ ബിവറേജസിന്റെ അവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 കുപ്പി മേടിക്കാം. സാധാരണ 1 കുപ്പി വെച്ച് കൊടുക്കുള്ളൂ, പക്ഷേ മെഡിറ്റേഷൻ 2 കുപ്പി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നെ അതൊരിക്കലും പ്രിഫറബിൾ അല്ല. ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ പോലും ചെയ്ത ഗുരുക്കന്മാരുണ്ടായിരുന്നു. അതായത് ആളുകളെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള വഴിയിലൂടെ അവരെ കൊടൈക്കനാലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. ഇതിനകത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു മെറ്റഫറായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മുടെ അന്തരീക്ഷത്തിലെല്ലാം പൊടിയാണ്. ആദ്യം മഴ പെയ്യുമ്പോൾ ആദ്യം ഈ പൊടിയൊക്കെയാണ്, പൊടിയും അതിന്റെ സ്മെല്ലും അതൊക്കെയാണ് വരുന്നത്. അതാണ് വരുന്നത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡാർക്കർ സൈഡിൽ നമ്മുടെ ഫിയർ കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന നമ്മുടെ പ്രശ്നങ്ങളും ഇത് നമ്മുടെ അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ പുറത്തോട്ട് ഇറങ്ങി. അതുകൊണ്ടാണ് ഓഷോ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാൾ ആത്മീയതയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആസക്തികളുണ്ടോ അതിനെല്ലാം അതിവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓഷോയെ സെക്സ് ഗുരു എന്ന് വിളിച്ചത്. ഇന്ത്യൻ മനസ്സിന് ഓഷോ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഷോ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ആസക്തിയെ നിങ്ങൾ അടിച്ചമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിവർത്തിച്ച് ഇനി ഇതെനിക്ക് ഒട്ടും വേണ്ട, ഇത് മതി, എനിക്ക് ഇത് സമ്പൂർണ്ണമായി എന്ന് നമുക്ക് തീരുമാനിക്കുന്നത് വരെ, എന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ചിന്ത, ആ ഒരു ആസക്തി അടങ്ങുന്നത് വരെ നമ്മളിൽ ഒരിക്കലും ധ്യാനം അല്ലെങ്കിൽ ആത്മീയത സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഓഷോ പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈംഗിക വിചാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി അത് തീർക്ക്. അല്ലാതെ അത് ഉള്ളിൽ അടിച്ചമർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിനാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി എന്നെ തേടി വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളി പറഞ്ഞ കാര്യം, അതുകൊണ്ട് പിന്നെ ആളുകളെടുത്തത് എങ്ങനെയാണ്, ഈ പുള്ളിക്കാരൻ പറയുന്നതെല്ലാം പിന്നെ സെക്സ് ചെയ്യാനാണ് പറയുന്നത് എന്നുള്ള രീതി തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് പുള്ളിയെ സെക്സ് ഗുരു എന്ന് വിളിച്ചത്. അപ്പോൾ അവിടെ ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാം. അതായത് എന്ന് വെച്ചാൽ ഓഷോ ഓൾമോസ്റ്റ് 1000-ന് മുകളിൽ ബുക്ക് എഴുതിയില്ല, 1 ബുക്കോ 2 ബുക്കോ സെക്സ്വാലിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. സെക്സ് ടു സൂപ്പർ കോൺഷ്യസ് എന്ന് പറഞ്ഞേക്കുന്നത് സൂപ്പർ കോൺഷ്യസ് എന്ന് പറഞ്ഞ ബുക്ക്. പക്ഷെ അപ്പോഴും എനിക്ക് ഈ ഓഷോടുള്ള ഒരു വഴക്കുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്ന് വെച്ചാൽ സൊസൈറ്റി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് സിസ്റ്റംസ് ആവശ്യമാണ്. ഇപ്പൊ ഫാമിലി എന്ന് പറഞ്ഞ ബേസിക് എൻറ്റിറ്റീനെ പുള്ളിക്കാരൻ ഇനഫായിട്ട് റെസ്പെക്ട് ചെയ്തില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ഓഷോനെ ഡീപ്ലി റെസ്പെക്ട് ചെയ്യുന്ന അഡ്മയർ ചെയ്യുന്ന ആളാണ്. എങ്കിലും എനിക്ക് ഓഷോടുള്ള പിണക്കം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് എന്ന് വെച്ചാൽ
കമ്മ്യൂൺ എന്ന് പറഞ്ഞേക്കുന്ന പുള്ളി ഒരു ആശയം ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ ഗ്രൂപ്പായിട്ട് ആൾക്കാർ അവിടെ പോയി താമസിക്കുക എന്ന് പറഞ്ഞത് ഒരു കുറച്ച് യൂട്ടോപ്യൻ ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ എങ്ങനെയാണ് ഫാമിലി സ്ട്രക്ചർ ഇല്ലാതെ എങ്ങനെ, അതായത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഒരു പുരുഷനും അത് സിറ്റുവേഷൻ അനുസരിച്ച് ആൾക്കാരുടെ സെക്ഷൻ ഓറിയന്റേഷൻ അനുസരിച്ച് അപ്പോൾ അവിടുന്ന് കുട്ടികളുണ്ടായി. അപ്പൊ അവിടെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാരുടെ നീഡിനനുസരിച്ച് ആൾക്കാർ എക്സ്പ്രസ് ചെയ്ത് പോട്ടെ. പക്ഷെ ഫാമിലി എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ സിസ്റ്റത്തിന് പുള്ളിക്കാരുടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. യാഷിക്ക് എന്താ അതിനെ കുറിച്ച് പറയാം? തീർച്ചയായിട്ടും അത് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നുവെച്ചാൽ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പുള്ളിയുടെ കമ്മ്യൂൺ എന്ന് പറഞ്ഞ ആശയം തികച്ചും വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ അത് പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയെന്നാണ് പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഷോ അന്ന് പറഞ്ഞതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ നമുക്ക് ന്യൂജൻ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ട് രണ്ട് വ്യക്തികൾ സ്ട്രഗിൾ ചെയ്യാം. അതായത് ഒരു ഭർത്താവും ഭാര്യയും ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അവിടെ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ആശയങ്ങളെയും അവരുടെ എനർജിയെയും അവരുടെ കഴിവുകളെയും എല്ലാം അവിടെ സപ്രസ് ചെയ്തിട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അവരങ്ങനെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാക്രിഫൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് അടിയറ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഓഷോ എന്ന് പറഞ്ഞാൽ തികച്ചും പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഓഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പം ആ പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ സ്വാതന്ത്ര്യം ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെന്താണ് ഒരു അതിനൊരു ബദൽ മാർഗം വേണമല്ലോ. കാരണം മനുഷ്യൻ ഇത് മുന്നോട്ട് പോകണം, മനുഷ്യൻ്റെ ജനറേഷൻ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു ബദലാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയോട് മുന്നോട്ട് വെച്ച്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വേറെ കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. പക്ഷേ എന്നാൽ പെട്ടെന്നൊന്ന് പറയാം, എനിക്കൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓഷോയുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ എല്ലാ വ്യക്തികൾക്കും സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയും എന്നാൽ പരസ്പരം അവനവൻ്റെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് അറിഞ്ഞ് പെരുമാറുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു മോശം പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സെക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ കുട്ടികളെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ല പോകുന്നത്. എല്ലാ കുട്ടികളും കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ആശയമാണ് അവിടെ കൊണ്ടുവന്നത്. എല്ലാവരും കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ്. അവിടെ എനിക്കുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പിള്ളേരെ നോക്കാനേ താല്പര്യമുള്ളൂ, യാഷയുടെ പിള്ളേരെ നോക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതാണ് എന്റെ പ്രശ്നം. അതെന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. അതെ, അല്ല, ആ സ്വാർത്ഥത പാടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ ഈ സ്വാർത്ഥത എന്തിനു വേണ്ടിയാ? ഇപ്പം അവിടെ തന്നെ ഓഷോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഷോ പറയുന്ന ആരും ആരുടെയും സ്വന്തമല്ല. ഇപ്പം റൂബലിൻ്റെ സ്വന്തമല്ല. റൂബലിന് ആ കുട്ടിയെ ജനിപ്പിച്ച് അവന് വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് റൂബലിൻ്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ റൂബലിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനല്ലാതെ വേറെ ആരും ഈ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? 25 വയസ്സ് വരെ കുട്ടികളെ വളർത്തുന്നുണ്ടോ? ഒരു കോഴി കുട്ടികളെ പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ ആ കുട്ടികളെ വളർത്തുന്നത്? ഒരു പൂച്ച പെറ്റ് കഴിഞ്ഞാൽ എത്ര നാൾ അതിന് കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്? അത് സ്വന്തമായിട്ട് ജീവിക്കാൻ പ്രാപ്തമാകുമ്പോൾ അതിനെ മാറ്റിവിടും, അല്ലേ? നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ? പ്രപഞ്ചത്തിന്റെ നിയമം അതാണ്. ഓഷോ പ്രാപഞ്ചിക നിയമത്തിലേക്കാണ് വന്നത്. അപ്പം നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഓരോ മനുഷ്യരും സ്വതന്ത്രരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആ സ്വാതന്ത്ര്യത്തിൽ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ജീവിതം മുഴുവൻ വളർത്തിക്കളയും, ഞാൻ ഇനി ഇവരെ വളർത്തി കെട്ടിച്ച് ഞാൻ അവരുടെ കുഞ്ഞുകാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലായി. വളരെ ആ ഭാഗം ഞാൻ സിഗ്നിഫിക്കൻ്റ് ഡിഗ്രി ചെയ്യുന്നു. ഞാൻ സ്വാതന്ത്ര്യത്തെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ആ സ്വാതന്ത്ര്യം എന്ന എലമെന്റിന് തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം എന്ന എലമെന്റ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടൊരു സൊസൈറ്റി വന്നിട്ട് സ്വാതന്ത്ര്യം എന്ന എലമെന്റിനെ പ്രഘോഷിച്ച ആളെന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നെ സംസാരിക്കാനുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കയറാനുണ്ട്. എപ്പോഴാണ് ഒരാൾക്ക് ഞാൻ ദൈവമാണെന്ന് തോന്നി തുടങ്ങുന്നത്? പക്ഷെ പലരും സ്ട്രഗിൾ എന്താണ് ഈ സ്പിരിച്വൽ ജേർണി എന്ന് പോലും ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ബിസിനസ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ കാണുമ്പം ഇവൻ ഏതാണ്ട് ആളുകളെ പറ്റിച്ച് പൈസ മേടിച്ച് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അറിവുകൾ തേടി ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വന്നു ചേർന്നിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ഭാരതത്തിലാണ്. Yasha Living, synchronizing the art, tactics and spirituality.